ഹലോ ആൾ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഷേർലി ജാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്ററിൻ്റെ ലോട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. ഷേർലി ജാക്സൺ ഒരു അമേരിക്കൻ റൈറ്ററാണ്. അവർ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഹൊറർ ആൻഡ് മിസ്റ്ററി റൈറ്റിങ്സ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഭയങ്കര ഒരു ഹൊറർ ഫീൽ ചെയ്തിട്ടുള്ള ഒരു 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 നെഗറ്റീവായിട്ടുള്ള ഒരു ടോണിലുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇവർ കൂടുതൽ എഴുതിയിട്ടുള്ളത് ഹൊറർ മിസ്റ്ററി റൈറ്റിങ്സ് ആണ്. ഇത് ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റൈറ്ററിനെ കുറിച്ചിട്ട്. സോ ഇതാണ് റൈറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് റൂറൽ അമേരിക്കൻ വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് അമേരിക്കയുടെ തന്നെ വില്ലേജ് ഏരിയാസിൽ നടക്കുന്ന പല പല റിച്വൽസ്, അതേപോലെ തന്നെ പല പല കെട്ടുകഥകൾ, അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള റൈറ്റിങ്സ് ആണ് നമുക്ക് ഷേർലി ജാക്സന്റെ വർക്ക്സിൽ കാണാൻ പറ്റുക. ഈ വർക്കിലും അങ്ങനെ തന്നെയാണ്. ഷീ റൈറ്റ്സ് അബൌട്ട് റൂറൽ അമേരിക്കൻ വില്ലേജ് ആൻഡ് സ്റ്റോറീസ് റിലേറ്റഡ് ടു ദ മിത്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ദോസ് ഏരിയാസ്. ആ റൂറൽ അമേരിക്കൻ വില്ലേജുകളിൽ കാണുന്ന മിത്തുകൾ, ലെജൻഡുകൾ, അവരുടെ സ്റ്റോറീസ്, കഥകൾ, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്തും കാണാനായിട്ട് സാധിക്കുക. സോ ഇനി അങ്ങോട്ട് പറയണത് എൻ്റെ സമ്മറിയാണ്. ഓക്കെ, സോ ഷേർലി ജാക്സൺ ഷോർട്ട് സ്റ്റോറി ലോട്ടറി ഈസ് എ ചില്ലിംഗ് ടെയിൽ ദാറ്റ് എക്സ്പ്ലോർസ് തീം ഓഫ് ട്രഡീഷൻ, കൺഫോർമിറ്റി ആൻഡ് ദ ഡാർക്ക് സൈഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഇതൊരു ഡാർക്ക് നേച്ചർ ഉള്ള ഒരു സ്റ്റോറിയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊരു പണ്ട് കാലത്തെ ആളുകൾ, നമ്മൾ പറയില്ല, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കുറേ മനുഷ്യനെ കൊല്ലുന്ന, ബലി കൊടുക്കുന്ന അങ്ങനത്തെ ക്രിയകളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വില്ലേജിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത് പറയണത്. സോ അതാണ് പറഞ്ഞത്, ഇറ്റ് ഇസ് എ ചില്ലിംഗ് ടെയിൽ, പേടിപ്പെടുത്തുന്നൊരു സ്റ്റോറിയാണ്. ഓക്കെ, അത് പണ്ട് കാലത്തെ ട്രഡീഷൻ്റെ പേരിൽ നടക്കുന്ന ഇങ്ങനത്തെ ഡാർക്ക് സൈഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ സ്വഭാവം കാണിക്കുന്ന സ്റ്റോറീസ്. സോ ഇത് പബ്ലിഷ് ചെയ്തത് 1948 ഈ സ്റ്റോറി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു ഇതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പേർക്ക് കുറച്ച് പേര് വായിക്കാൻ തന്നെ മടിച്ചിരുന്നു ഈ സ്റ്റോറി. ഓക്കെ, സോ ചാലഞ്ചിങ് ആൻഡ് സൊസൈറ്റിയൽ നോം ദ ബ്ലൈൻഡ് അഡിയറൻസ് ടു റിച്വൽസ്. അതായത് ഇതിൽ പറയണ തീം ഇത്രയേ ഉള്ളൂ. അതായത് കണ്ണും പൂട്ടിയിട്ട് ഓരോ പഴയ കാലത്തെ ഇപ്പോൾ ബലി കൊടുക്കുന്നത്, റിച്വൽസ്, മനുഷ്യൻ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സൊസൈറ്റീനെ കളിയാക്കിയിട്ട്, അല്ലെങ്കിൽ അതിനെ റിയാലിറ്റി കാണിച്ചു തരാണ് നമ്മുടെ ഓഥർ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോറിയുടെ സമ്മറിയാണ് ഇനി പറയണത്. ഇതിൽ ടെക്സ്റ്റിൻ്റെ 187 ഒരു ചെറിയൊരു പോർഷനിലുള്ള സമ്മറിയും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ അത് അത്ര ഡീറ്റെയിൽഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മറി വേറെ തന്നത്. ഇത് നടക്കുന്നത് it takes place on a sunny summer morning on 27th June in a small seemingly ordinary rural village. അമേരിക്കയിലുള്ള ഒരു റൂറൽ വില്ലേജിൽ ഒരു ജൂൺ 27 നടക്കുന്നൊരു ദിവസമായിട്ടാണ് ഈ ഒരു സ്റ്റോറി ഓപ്പൺ ചെയ്യണത്. സോ ദ വില്ലേജേഴ്സ് അവിടെ എല്ലാവരും ഇങ്ങനെ ഗ്യാദർ ചെയ്തിട്ടുണ്ട് ടൗൺ സ്ക്വയറിൽ. ഓക്കെ, അവർ ആനുവൽ ലോട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻറ്റ്, നമ്മുടെ ലോട്ടറി അല്ല, ആനുവൽ ലോട്ടറി എന്ന് പറഞ്ഞിട്ട് വേറെ അവരുടെ ഒരു ഇവൻ്റ് ഉണ്ട്. അത് നടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ വില്ലേജിൽ 300 ആളുകളും ഗ്യാദർ ചെയ്ത് നിൽക്കുകയാണ്. അത് കാലകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു വില്ലേജിൽ ഉള്ളൊരു ട്രഡീഷണൽ ഒരു ഫെസ്റ്റിവലാണ്. എന്താ ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ, ഇവരിങ്ങനെ ഇതിൻ്റെ ഓരോ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് വന്നിട്ട് ഈ ടൗണിലൊരു വലിയൊരു ബോക്സോ എന്തോ ഒരു ബ്ലാക്ക് ബോക്സ് പോലൊരു സാധനമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ഫാമിലി മെമ്പേഴ്സിൻ്റെയും പേരെടുക്കും. ഏതിലാണോ ബ്ലാക്ക് മാർക്ക് വന്നിട്ടുള്ള മെമ്പറിൻ്റെ പേരുള്ളത് അവരെ ഇവർ കല്ലെറിയണം. ഓക്കെ, അവരെ ലിറ്ററലി കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ കൊന്നു കളയാൻ പറ്റും, കൊന്നാലും കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ട്രഡീഷനാണ് ഇതിനകത്ത് പറയണത്. ഓക്കെ, സോ ചിൽഡ്രൻ എക്സൈറ്റഡ്ലി കളക്ട് സ്റ്റോൺസ് വൈൽ മെൻ ആൻഡ് വുമൺ എൻഗേജ് ഇൻ സ്മോൾ ടോക്സ് ആസ് ദേ പ്രിപ്പയർ ഫോർ സെറിമണി. ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കല്ലുകൾ കളക്ട് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. ആണും പെണ്ണുങ്ങളും ഒക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്സസ് സമ്മേഴ്സ്, അതാണ് ഈ ടൗണിലെ ലീഡർ. ഇതിലെ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ ചോദിക്കുക, അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോൻ്റെ അവസാനം ക്യാരക്ടർ സ്കെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. മിസ്സസ് സമ്മേഴ്സ് എന്ന് പറയുന്നത് സിവിക് ആക്ടിവിറ്റീസിലുള്ള മെയിൻ ആയിട്ടുള്ള ലീഡറാണ്. അവരുടെ മെയിൻ, നമ്മൾ പറയില്ലേ പഞ്ചായത്തിൻ്റെയൊക്കെ പ്രസിഡൻറ്റ് പോലെ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പോലത്തെ ഒരാൾ. സോ ഇവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓവർസീസ് ദ ലോട്ടറി ബ്രിങ്ങിങ് ഫോർ ദ ബ്ലാക്ക് വുഡൻ ബോക്സ്. ഈ ബ്ലാക്ക് വുഡൻ ബോക്സ് എന്നുള്ള പേര് നോട്ട് ചെയ്യണം. ഫ്രം ദ നെയിംസ് വിൽ ബി ഡ്രോൺ. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ പേരുകൾ ഇങ്ങനെ എടുക്കുക. സോ ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷാബി, വോൺ ഔട്ട് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അത് പഴയ ബോക്സാണ്. അത് കണ്ടാൽ തന്നെ അറിയാം അത് പഴഞ്ചൻ എന്തോ സംഭവമാണെന്ന്. ഈ ബോക്സ് സിംബലൈസ് ചെയ്യണത് പണ്ടത്തെ ആളുകളുടെ ഈ ഒരു ട്രഡീഷൻസിനെയാണ്. ഓക്കെ, അതായത് കാലങ്ങളായിട്ടും മാറാത്ത, കാലങ്ങളായിട്ടും പഴകിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ബോക്സാണത്. അതിനെയാണ് അവിടെ ഇങ്ങനെ സിംബലൈസ് ചെയ്യുന്നത്. സോ ഈച്ച് ഹൗസ് ഹോൾഡിൽ ഒരു മെയിൽ ഫിഗർ വന്നിട്ട് അതിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ഹെഡ് ഓഫ് ദ ഹൗസ്, ടിപ്പിക്കലി എ മെയിൽ ഫിഗർ, സ്റ്റെപ്സ് ഫോർവേഡ് ടു ഡ്രോ എ സ്ലിപ്പ് ഓഫ് പേപ്പർ ഫ്രം ദ ബോക്സ്. ഡിസ്പൈറ്റ് ദ കാഷ്വൽ ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ, ദീസ് ആർ സബ്റ്റിൽ സൈൻസ് ഓഫ് അൺഈസ് എമംഗ് ദ വില്ലേജേഴ്സ്. ആ ബോക്സിൽ നിന്ന് ആ പേരെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫെസ്റ്റിവലിൻ്റെ മൂഡൊന്നുമില്ല. പിന്നെ ആളുകൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആണ്. ഓക്കെ, ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ കുടുംബത്തിലെ നാഥന്മാർ, ഹെഡ് ആരാണോ അവർ വന്നിട്ട് മെയിൽ തന്നെ ആയിരിക്കും, അവർ വന്നിട്ട് എടുക്കണം. Then Tessie Huntington, one of the town people, arrives late, making a light-hearted jokes, but her nervousness become apparent when the drawing begins. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ടെസ്സി ഹച്ചിങ്സൺസ്. മിസ്റ്റർ ആഡംസ് ബ്രീഫ്ലി മെൻഷൻസ് ദാറ്റ് സം നിയർ ബൈ വില്ലേജസ് ഹാവ് അബാൻഡൻഡ് ദ ലോട്ടറി, ബട്ട് ഓൾഡ് മാൻ വാർണർ, ദ ഓൾഡസ്റ്റ് റെസിഡൻറ്റ്, ക്വിക്ലി ഡിസ്മിസസ് സച്ച് ഐഡിയാസ്, കോളിംഗ് ദം ഫൂളിഷ് ആൻഡ് വാണ്ടിങ് ദാറ്റ് ദേ ഗിവൺ അപ്പോൺ ട്രഡീഷൻ കുഡ് ബ്രിങ് ഡിസാസ്റ്റർ. അപ്പോൾ അവിടെയുള്ള മിസ്റ്റർ ആഡംസ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട്, തൊട്ടപ്പുറത്തുള്ള നമ്മുടെ വില്ലേജിലുള്ള ആളുകൾ നമ്മളുടെ ഈ വില്ലേജസിന് ഈ പരിപാടിക്ക് വരാൻ താല്പര്യമില്ലാതെ മാറിപ്പോയിട്ടുണ്ട്, ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഓൾഡ് മാൻ ആയിട്ടുള്ള ഒരു വാർണർ പറയുന്നുണ്ട്, അങ്ങനെ പോകുന്നവർക്കൊക്കെ ഡിസാസ്റ്റർ വരും, അങ്ങനെ പോകുന്നവരൊക്കെ എന്താ പറയുക ഭയങ്കര രൂക്ഷമായ രോഗം വന്നിട്ടൊക്കെ മരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവർ അത് ഫോളോ ചെയ്യുന്നില്ല, അവരെ കുറച്ച് പേര് മാറിപ്പോയി. സോ അങ്ങനെയുള്ള ആളുകളെയും ഇവർ കേഴ്സ് ചെയ്യണം. അതായത് മൊത്തത്തിൽ തന്നെ ആ ട്രഡീഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആളുകൾ, അനങ്ങരുത്, അവരുടെ വീട് വിട്ട് പോകരുത്, അവരുടെ വില്ലേജ് വിട്ട് പോകാൻ പാടില്ല, അവരെല്ലാ കൊല്ലവും ഇങ്ങനെ ഈ ഒരു ഇത് ചെയ്യണം എന്നാലേ ദൈവം അനുഗ്രഹിക്കുള്ളൂ, അങ്ങനത്തെ ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രഡീഷൻസ്. ഓക്കെ, സോ വൺസ് ഓൾ സ്ലിപ്സ് ആർ ഡ്രോൺ, ഇറ്റ് ഈസ് റിവീൽ ദാറ്റ് ബിൽ ഹച്ചിങ്ടൺ ഹാസ് ദ മാർക്ക്ഡ് സ്ലിപ്പ്. അപ്പോൾ ഈ ലോട്ടറിയുടെ ഉള്ളിൽ നിന്നിട്ട് എടുത്തെടുത്തിട്ട് അവസാനം എടുക്കുന്ന ആ ലോട്ടറീസ് എല്ലാം എടുത്തതിന് ശേഷം ആരുടെയിലാണോ ബ്ലാക്ക് കളർ മാർക്ക് ചെയ്തിട്ടുള്ള സ്ലിപ്പ് ഉള്ളത് അവരെ കല്ലെറിയണം, signifying that his family must undergo another round of drowning. At this moment, Tessie protects that the process was unfair. അപ്പോൾ മിസ്റ്റർ ഹച്ചിങ്ടൺ, ഈ ബിൽ ഹച്ചിങ്ടൻ്റെ ഫാമിലിയുടെ ക്കാണ് ഈ ബ്ലാക്ക് സ്ലിപ്പ് കിട്ടുക. അപ്പോൾ എന്തോ ഒരു മിസ് കാൽക്കുലേഷൻ വന്നു. ഓക്കെ, അതായത് അവിടെ ഉള്ള ഒരാളെ കല്ലെറിയണം, ആ ഫാമിലിയുള്ള ആളെ പിന്നെ കല്ലെറിയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ബിൽ ഹച്ചിങ്ടൺ പറയാണ്, ഒന്നുകൂടെ ഈ ഡ്രോയിങ് നടത്തണം, ഞാൻ എടുത്തപ്പോൾ 2 എടുത്തു പോയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇയാൾ അതിനെ മാറ്റിക്കുകയാണ്. സോ അപ്പം ഈ ടെസ്സി ഹച്ചിങ്ടൺ എന്താണ് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്, അത് ശരിയല്ല, ഓക്കെ അങ്ങനത്തെ സംഭവം ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ടെസ്സി ഹച്ചിങ്ടൺ ഇതാക്കുകയാണ്, ആളുടെ വൈഫ് തന്നെയാണ്. സോ ഈച്ച് മെമ്പർ ഓഫ് ഹച്ചിങ്ടൺ ഫാമിലി ഇൻക്ലൂഡ്സ് ടെസ്സി, ബിൽ ആൻഡ് ദർ ചിൽഡ്രൻ മസ്റ്റ് നൗ ഡ്രോ അഗെയിൻ. അൾട്ടിമേറ്റ്ലി ടെസ്സി സെലക്ട് ദ സ്ലിപ്പ് വിത്ത് എ ബ്ലാക്ക് മാർക്ക്, സീലിംഗ് ഹെർ ഫേറ്റ്. സോ രണ്ടാമത് വീണ്ടും എടുത്ത് കുറേ കൂടെ കഴിഞ്ഞപ്പോൾ അവളുടെ പേര് തന്നെയാണ് അതിനകത്ത് വന്നത്, അതായത് അവൾക്ക് തന്നെയാണ് ആ ഒരു സ്ലിപ്പ് കിട്ടിയത്. So the villagers without hesitation pick up the stone they had gathered earlier. Despite Tessie's desperate cries of isn't fair right, the villagers including her own friends and family protected with the proceed with the rituals. അപ്പോൾ ടെസ്സിക്കാണ് വീണ്ടും എടുത്തപ്പോൾ ഈ ഒരു സ്ലിപ്പ് ബ്ലാക്ക് മാർക്കുള്ള സ്ലിപ്പ് കിട്ടിയത്. അപ്പോൾ അതാർക്ക് കിട്ടണോ അവർ തന്നെയാണ് വീണ്ടും അവരെ കല്ലെറിയണം, അതാണ് അവരുടെ റിച്വൽ. ഓക്കെ, സോ എല്ലാ ആളുകളും ഇവിടെ കല്ലെറിഞ്ഞു തുടങ്ങി. അവരെ കല്ലെറിഞ്ഞു തുടങ്ങുമ്പോൾ ഇവളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ദിസ് ഈസ് ഇൻ ഫെയർ, ദിസ് ഈസ് ഇൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്യണില്ല, കല്ലെറിഞ്ഞ് കൊല്ലുന്നവരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണ്. ദ സ്റ്റോറി ends abruptly as the stoning began, leaving readers in shock and forcing them to question nature of tradition and societal obediences. സോ ഈ സ്റ്റോറി എൻഡ് ചെയ്യണത് ആ കല്ലെറിഞ്ഞിട്ട് ഇവളങ്ങനെ ആവശ്യമാക്കിയിട്ട് ഇങ്ങനെ മരിക്കാറായിട്ടുള്ള സിറ്റുവേഷനിലാണ്. എന്നിട്ട് ഈ ഒരു സ്റ്റോറിയിൽ ഈ തീമാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കണത്. ഓക്കെ, അതായത് ഈ ഇത്തരം ട്രഡീഷൻസ്, സൊസൈറ്റിയൽ റൂളുകൾ ഒക്കെ എന്തിനാണ് ശരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താണ് ഇതുകൊണ്ടുള്ള നല്ല കാര്യം, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ദ ലോട്ടറി മാസ്റ്റർഫുള്ളി ക്രിട്ടിക്സ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ബ്ലൈൻഡ് അഡിയറൻസ് ടു കസ്റ്റംസ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന തീം ഇതാണ്, ബ്ലൈൻഡ് അഡിയറൻസ് ടു കസ്റ്റംസ്. നമ്മൾ പറയില്ലേ കണ്ണും പൂട്ടിയിട്ടുള്ള, നമ്മൾ പറയില്ലേ കാലിൽ വീഴുന്ന സ്വഭാവം, അത് ട്രഡീഷൻസിന് കൊടുക്കേണ്ട കാര്യം ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് സസ്പെൻഷൻസ്, അതുപോലെ തന്നെ ഫോർ ഷാഡോയിങ്, അങ്ങനത്തെ തീംസ് ഉപയോഗിച്ചിട്ടാണ് ആൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് ബോക്സ് ട്രഡീഷണൽ പെർസ്പെക്റ്റീവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ബ്രൂട്ടൽ നേച്ചറുള്ള ആ ഒരു സ്വഭാവത്തിലുള്ള ആളുകളുടെ ഒരു സിംബോളിസമാണ് ഈ ബ്ലാക്ക് ബോക്സ്. ആ ബോക്സ് ഭയങ്കര പഴയതാണ്, അതാകെ ബ്രൂയിസ്ഡ് ആണ്, ഓൾഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത് തന്നെയാണ് അവിടുത്തെ ആളുകളുടെ മെൻറ്റാലിറ്റിയും. ആളുകളൊന്നും മാറിയിട്ടുമില്ല, ഒന്നും മാറാനും ഉദ്ദേശിക്കുന്നില്ല, അവിടെ വിട്ടുപോകണവർ രക്ഷപ്പെട്ടു പോകുന്നു മാത്രം. സോ ജാക്സൺ സ്റ്റോറി റിമൈൻസ് എ പവർഫുൾ കമൻട്രി ഓൺ ഹൗ സൊസൈറ്റീസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ക്രൂവൽ practice simply because they have always done so. It compels readers to reflect on their own traditions and questions whether they have a meaningful purpose or simply perpetuate them. അവർ പറയുന്ന ഒരു സംഭവം അതാണ്, ഈ ട്രഡീഷൻ തന്നെ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ട്രഡീഷനിൽ തന്നെ ഒരു സംഭവം ഫോക്കസ് ചെയ്യുക, അതുകൊണ്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള കാര്യം. ദെൻ
ഇതാ സെയിം സാധനം തന്നെയാണ്. ഓക്കെ, അൾട്ടിമേറ്റ്ലി ടെസി ദ വില്ലേജസ് ഇൻക്ലൂഡിങ് അവർ ഫാമിലി. അവസാനം ടെസി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് തന്നെയാണ് ആ ഒരു ബാധ വരിക, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം വരിക. ആളുടെ വൈഫ് തന്നെയാണ് ഈ ഹച്ചിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽ ഹച്ചിങ്ടൺ എന്നുള്ള ആളുടെ വൈഫ് തന്നെയാണ്. ബിൽ ഹച്ചിങ്ടൺ ആളുടെ ഫാമിലിയുടെ ഒരാൾക്ക് ബ്ലാക്ക് മാർക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് വീണ്ടും കൗണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ വീണ്ടപ്പോൾ അവസാനം അത് തന്നെയാണ് വന്നത്. അത് വന്നത് ആളുടെ ഭാര്യയ്ക്കാണ് കിട്ടിയത് മാത്രം. സോ ആ ബ്ലാക്ക് മാർക്ക് വന്നിട്ടുള്ള ലോട്ടറി എടുത്തതുകൊണ്ട് അവർക്കൊരു ഹൊറഫിക് റിയാലിറ്റി അല്ലെങ്കിൽ ഹൊറഫിക് ആയിട്ടുള്ള ഒരു എൻഡിങ് വരികയാണ്. ടെസി ഹച്ചിങ്ടൺ, മിസ്റ്റർ സമ്മേഴ്സ്, ഓൾഡ് മാൻ വാർണർ, ബിൽ ഹച്ചിങ്ടൺ, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ടെസി ഹച്ചിങ്ടൺ ആണ് ആ കല്ലേറ് കൊള്ളുന്ന ലേഡി. അവരുടെ ഹസ്ബൻഡാണ് ബിൽ ഹച്ചിങ്ടൺ. ടെസീസ് ഹസ്ബൻഡ് ബിൽ റിലക്റ്റൻ്റ്ലി ആക്സെപ്റ്റ്സ് ഹിസ് ഫാമിലീസ് ഫേറ്റ് ആൻഡ് ഡസ് നോട്ട് സപ്പോർട്ട് ടെസി പ്രൊട്ടസ്റ്റ്. His passive role underscores how individual conform societal expectations and even the expense of their loved ones. അതായത് ബില്ലിന് അത് കിട്ടിയപ്പോൾ, ആ ഒരു ലോട്ടറി കിട്ടിയപ്പോൾ ആളുടെ വൈഫിൻ്റെ അത് വരണ്ടാന്ന് വെച്ചിട്ട് ആൾ മാറ്റിയതാണ്. പക്ഷേ വീണ്ടും അത് തന്നെ വന്നു. ആൾ വേറെ ഒന്നും നോക്കാതെ ട്രഡീഷൻ കണ്ണും പൂട്ട ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. ഇയാളുടെ വൈഫിൻ്റെ പേരാണ് ടെസി. ഓക്കെ, സോ ആദ്യം ഈ റിച്വൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവത്തിനൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എതിർത്തത് ഈ ടെസ്സിയാണ്. അപ്പോൾ ടെസ്സിക്ക് അവസാനം ആ വിധി അവസാനം അവൾക്ക് തന്നെയാണ് വന്നത്. പിന്നെ മിസ്റ്റർ സമ്മേഴ്സ്, അയാളാണ് ആ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യണത്. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ദെൻ പിന്നെ ഓൾഡ് മാൻ വാർണർ, ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മാൻ ഉണ്ട് അവിടെ, ഓൾഡസ്റ്റ് വില്ലേജർ. ഓക്കെ, അയാളാണ് അവിടുത്തെ ലോട്ടറി ആ ഒരു ട്രഡീഷനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരാൾ, അതായത് അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾ. ഒരു ചേഞ്ചും ഇല്ലാത്ത, ഇപ്പോഴും മാറ്റമില്ലാത്ത മനുഷ്യന്മാർ പോലെയുള്ള. സോ ഈ 4 ക്യാരക്ടേഴ്സാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിലെ തീമുകൾ. ഡേഞ്ചേഴ്സ് ഓഫ് ബ്ലൈൻഡ് ട്രഡീഷൻ കണ്ണും പൂട്ടിയിട്ട് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ്. മോബ് മെൻറ്റാലിറ്റി ആൻഡ് കളക്റ്റീവ് വയലൻസ്. മോബ് മെൻറ്റാലിറ്റി, അതായത് മോബ് മെൻറ്റാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഒരാൾ കല്ലെറിഞ്ഞ് തുടങ്ങിയാൽ ബാക്കി എല്ലാവരും കല്ലെറിഞ്ഞ് തുടങ്ങും. സോ അതിനാണ് മോബ് മെൻറ്റാലിറ്റി എന്ന് പറയുക. സോ അത് എത്ര ഹോറിഫിക്കാണ് ഒരു സൊസൈറ്റിയൽ പ്രഷറിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് പറയണത്. ഓക്കെ, വില്ലേജസ് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെയാണ് കല്ലെറിയണത്. സോ അതൊക്കെ മോബ് മെൻറ്റാലിറ്റിയുടെ കളക്റ്റീവ് വയലൻസിൻ്റെ എക്സാമ്പിളാണ്. ഹിപ്പോക്രസി ആൻഡ് സെൽഫ് പ്രിസർവേഷൻ. ഹിപ്പോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെസിയുടെ ക്യാരക്ടറിലാണ് ഹിപ്പോക്രസി കാണിക്കുന്നത്. ടെസി ക്യാരക്ടർ ഷിഫ്റ്റ് ഫ്രം കാഷ്വൽ പാർട്ടിസിപ്പൻറ്റ് ഡിസ്പൈറ്റ് പ്രൊട്ടസ്റ്റർ റിവീൽസ് ഹൗ ദ പീപ്പിൾ ഓൺ ദ ചാലഞ്ച് ഇൻജസ്റ്റിസ് വെൻ ദേ ആർ പേഴ്സണലി എഫക്റ്റഡ്. അതായത് ടെസി ആദ്യം ഇതൊന്നും ഭയങ്കര കാഷ്വലായിട്ട് എടുത്ത് തമാശയായിട്ട് എടുത്തിട്ട് നിന്നൊരു സംഭവമായിരുന്നു. പക്ഷെ അവളുടെ മേലിലേക്ക് ഈ സംഭവം വന്നപ്പോൾ അവൾ വലിയ പ്രൊട്ടസ്റ്ററായിട്ട് മാറി. അതായത് അവൾ ആദ്യം ആർക്കാണോ ഇത് കിട്ടണത് അവരെ കല്ലെറിയാന്നുള്ള മൈൻഡിൽ തന്നെയാണ് അവൾ വന്നത്. ഇതിലൊന്നും വലിയ കാര്യമില്ല, നമ്മൾ എന്താണേലും ചെയ്യേണ്ടതാണെന്നുള്ള രീതിയിൽ. പക്ഷെ അവളുടെ പേര് വന്നപ്പോൾ അവൾ പറയാണ് ദിസ് ഈസ് അൺഫെയർ, ദിസ് ഈസ് അൺഫെയർ, എന്നെ കല്ലെറിയരുത്, എന്നെ കല്ലെറിയരുത്, ഇതിലെന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻ വരിക. അപ്പോൾ ഹിപ്പോക്രസി പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്വഭാവം കാണിക്കുക. സോ അതാ പറഞ്ഞിട്ടുള്ളത്. സോ സൊസൈറ്റി ഇങ്ങനത്തെ ആളുകളെ എങ്ങനെ കൺസീവ് ചെയ്യണമെന്നുള്ളത് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ സിംബോളിസം, അത് ബ്ലാക്ക് ബോക്സ് ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ട്രഡീഷനെ സിംബലൈസ് ചെയ്യാനാണ് ഈ ബ്ലാക്ക് ബോക്സ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, എത്രത്തോളം ക്രൂവാലിറ്റി, എത്രത്തോളം ഓൾഡ് ഏജ് ആയിട്ടുള്ള സംഭവമാണ് ഈ ട്രഡീഷൻ എന്നുള്ളത് കാണിക്കാനായിട്ട്. പിന്നെ ലോട്ടറി ഒരു ട്രഡീഷണൽ റിച്വലായിട്ടും പഴയ കാലത്ത് ഫോളോ ചെയ്യുന്ന റിച്വലായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.